ഹലോ കൂട്ടുകാർ, ഇന്നൊരു കിടിലൻ എപ്പിസോഡാണ്. അപ്പോൾ അനാമികക്ക് വരുന്നൊരു ഫോൺ കോള് ദേവയാനി എടുക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നത് കേട്ട് ദേവയാനി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അയാൾ എന്താ പറഞ്ഞതെന്നറിയണ്ടേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയെയും അവളുടെ അമ്മ രേവതിയെയുമാണ്. ഈ പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ പരിപാടി ഫ്ലോപ്പാകത്തിരുന്നാൽ മതിയായിരുന്നു അമ്മേ. അപ്പോൾ അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, ആ മോളെ, എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ പരിപാടി ഒന്നും ഫ്ലോപ്പാകത്തില്ല. അപ്പം അനാമിക പറയുവാണ്, രണ്ടെണ്ണത്തിന് എനിക്ക് ഇവിടുന്ന് കെട്ടിക്കണം. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? വേണം മോളെ, പക്ഷെ അവരെ പെട്ടെന്നൊന്നും ഇവിടുന്ന് കെട്ടിക്കാൻ പറ്റത്തില്ല. അതമ്മേ, ഞാൻ പതിയെ പതിയെ എന്തായാലും രണ്ടെണ്ണത്തിന് ഇവിടുന്ന് തുരുത്തും. അപ്പോൾ അനാമിക പറയുവാണ്, ആ നവ്യേനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചിറക്കാനുള്ള പരിപാടി അവളുടെ അമ്മായിയമ്മക്കൊന്ന് ഒപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അനാമികയുടെ അമ്മ രേവതി പറയുക, മോൾ അതിന് വിഷമിക്കേണ്ട, അവളെ ഇവിടുന്ന് ഇറക്കാനുള്ള പരിപാടി അച്ഛൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിന് എന്താണെന്ന് അറിഞ്ഞാൽ മതി. എന്തായാലും നമുക്കിന്ന് രണ്ടുപേർക്കും വൈകിട്ട് അച്ഛനെ കാണാൻ പോവാം. അദ്ദേഹം തന്നെ ഒരു നല്ല മാർഗം കണ്ടെത്തിയിട്ടുണ്ടാകും. എന്തായാലും ഞാൻ എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തും ഇടയ്ക്കൊക്കെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐഡിയ അടിപൊളിയായിരിക്കും. അച്ഛനല്ലെങ്കിലും കാഞ്ഞ ബുദ്ധിയാ അമ്മേ. ഇപ്പം രേവതി പറയുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ കഷ്ടപ്പെട്ട് അവരുടെ കുടുംബം രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുരുട്ടുമുട്ടി ഉപയോഗിച്ചാണേലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നുണ്ട്. നിൻ്റെ അച്ഛൻ കാരണമാണ് നിന്നെ ഇവിടെ കയറ്റി പറ്റിയത്, അത് നീ ഒരിക്കലും മറക്കരുത്. അപ്പം അനാമിക പറയുന്നുണ്ട്, അത് അച്ഛൻ്റെ ബുദ്ധിയൊന്നുമല്ല, അതെൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണ്. ഓ, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, അവനെ മോളെങ്ങനെയോ ചാക്കിലാക്കിയതല്ലേ. എന്തായാലും കുഴപ്പമില്ല അമ്മേ, എന്തായാലും കാര്യം നടന്നില്ലേ? എന്തായാലും നടന്നു, അതൊരു സമാധാനമാണിപ്പോൾ. പിന്നെ നമ്മുടെ കള്ളക്കളികളൊന്നും ഇവിടെ ആരും പിടിക്കാതിരുന്നാൽ മതി. അങ്ങനെയൊന്നും ഉണ്ടായില്ല അമ്മേ. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടായാലും ഞാൻ തന്നെ ഇവിടെ പിടിച്ചു നിൽക്കും. എന്തായാലും നിൻ്റെ അച്ഛനെ ഇന്ന് കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്ത് പറഞ്ഞാലും അത് മോൾ അനുസരിക്കണം. ശരി അമ്മേ. പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനിയാണെങ്കിൽ സോഫയിൽ ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. ദേവയാനിയുടെ ഈ ഇരുത്തം കണ്ടിട്ട് നയനക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നയനമോൾ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, അമ്മക്ക് എന്ത് പറ്റിക്കാണും? അമ്മക്കൊരു ചായ ഇട്ട് കൊടുത്താലോ? വല്ല തലവേദന ഉണ്ടായിട്ടാണോ? ഞാൻ ചായ ഇട്ട് കൊടുത്താൽ അമ്മ കുടിക്കത്തില്ല. അനാമിക എന്തേ? അവളോടൊന്ന് പറഞ്ഞു നോക്കാമായിരുന്നു നമുക്കൊരു ചായ ഇട്ട് കൊടുക്കാൻ. അത് ഓർത്ത് നയന ഇങ്ങനെ അനാമികയുടെ അടുത്തായിട്ട് പോവുകയാണ് കേട്ടോ. അനാമികയാണെങ്കിൽ ഇങ്ങനെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അനാമിക ഇങ്ങനെ സ്വപ്നലോകത്ത് തന്നെയായിരുന്നു. അനാമിക ഇങ്ങനെ ഓർക്കുവാണ് നവ്യയുടെ ഗർഭം അലസുന്നതും പിന്നെ നവ്യനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുന്നതും. ഇതൊക്കെ ഓർത്ത് അനാമിക ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നയന അനാമികയോട് ചോദിച്ച്, നീ എന്താ ഇങ്ങനെ അങ്ങോട്ട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് ഞാൻ സ്വപ്നലോകത്താണെങ്കിൽ നിങ്ങൾക്ക് എന്താ? എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാനൊന്ന് ഇരുന്നോട്ടെ, എന്നെ ഒന്ന് വെറുതെ വിട്. അനാമികയെ, ഞാൻ വഴക്ക് കൂടാൻ വന്നതല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അപ്പം അനാമിക പറയോ, നിങ്ങൾ പറയണ കേൾക്കാനിരിക്കുകയല്ലേ ഞാൻ. അനാമികയെ പ്ലീസ്, ഞാൻ പറയുന്ന കാര്യം നീ ഒന്ന് ചെയ്യണം, പക്ഷെ അത് എനിക്ക് വേണ്ടിയല്ല. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? എനിക്കൊരു സമാധാനം എന്താ? അനാമികയെ പ്ലീസ്, അമ്മക്ക് വേണ്ടിയാണ്. അമ്മക്ക് കുറച്ച് ദിവസമായിട്ട് ഒട്ടും വയ്യ. ഏതമ്മയ്ക്ക്? നിങ്ങളുടെ അമ്മയ്ക്കോ? അപ്പം നയന പറയോ, എൻ്റെ അമ്മയ്ക്കല്ല, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ നിൻ്റെ സഹായം തേടേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ആദർശേട്ടൻ്റെ അമ്മയ്ക്കായിരിക്കുമല്ലേ? ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് തലവേദന മാറണമെങ്കിൽ നിങ്ങൾ ആ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോയാൽ മതി. അപ്പോൾ ഒരുപാട് തലവേദന അവർക്ക് മാറിക്കിട്ടും. അനാമിക, നിന്നോട് വഴക്കൂടാനല്ല ഞാൻ വന്നത്. നീ എനിക്കൊരു സഹായം ചെയ്യണം. ഞാനൊരു ചായ ഇട്ട് തരാം, നീ അത് ആദർശേട്ടൻ്റെ അമ്മക്ക് കൊടുക്കണം. നിന്നെ അമ്മക്ക് വലിയ ഇഷ്ടമാണ്, അപ്പോൾ അമ്മ കുടിച്ചോളും. നിങ്ങളുടെ ഒരു വാട്ടച്ചായ, അതിന് പകരം വല്ല വേസ്റ്റും കുടിക്കണമായിരിക്കും വലിയ അമ്മക്ക് നല്ലത്. നീ എല്ലാ ദിവസവും അപ്പോൾ വേസ്റ്റായിരിക്കും കുടിക്കുന്നത്, നയന അപ്പോൾ പറഞ്ഞു. ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് കൊണ്ട് കൊടുത്താൽ മതി. തൽക്കാലം എനിക്ക് മനസ്സില്ല, ഒന്ന് പോകുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ചായ കുടിച്ചിട്ട് വേണം വലിയമ്മയ്ക്ക് ഇനി ഓരോന്ന് വരാൻ. പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പോരെ, എന്തിനാ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്? നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അമ്മ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. പക്ഷെ നീ ഒരു തരി പോലും അമ്മേനെ മനസ്സിലാക്കുന്നില്ലല്ലോ. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്, അനാമിക പറഞ്ഞു. അപ്പോൾ നയന പറയുവാണ്, നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച നിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ മതി. ഒരു കാര്യം ഓർത്താൽ നല്ലതാണ് അനാമികയെ. നിന്നെ സ്നേഹിക്കുന്നവരെ പോലും നിനക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റുന്നില്ല. നിന്നെ ഒരുപാട് അവർ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നീ തിരിച്ച് അവരെ അതുപോലെ സ്നേഹിക്കണം.
ഇതും പറഞ്ഞ് നയന അങ്ങോട്ട് ദേഷ്യപ്പെട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നയനയുടെ പോക്കും കണ്ട് അനാമിക ഇങ്ങനെ പല്ലിങ്ങനെ കടിച്ച് നിൽക്കുകയാണ്. പിന്നീട് നയന ചായ എടുത്തുകൊണ്ട് ദേവയാനിയുടെ അടുത്തായിട്ട് പോകുവാണ്. നയന ഓർക്കുന്നുണ്ട്, ഈ ചായ കൊടുത്തിട്ട് എന്നെ എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അമ്മേനെ ഈ ചായ ഒന്ന് കുടിപ്പിക്കണം. അങ്ങനെ നയന ദേവയാനിയുടെ അടുത്തായിട്ട് ചായയും കൊണ്ട് പോകുവാണ് കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് ഒന്ന് തലവേദന ആയതുകൊണ്ട് ഒരു ചായ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ദേവയാനിയുടെ അടുത്ത് ചെന്നപ്പോൾ നയന അമ്മയെന്ന് വിളിക്കുകയാണ്. അപ്പോൾ ദേവയാനി തല ഒന്ന് പൊക്കി നോക്കി. അപ്പോൾ ദേവയാനി ചോദിച്ച്, എന്താ? അപ്പം നയന പറഞ്ഞു, അമ്മ ഈ ചായ കുടിക്കമ്മേ, എന്നോടുള്ള വാശി വെച്ച് അമ്മ ഈ ചായ കുടിക്കാതിരുന്നാൽ അമ്മയുടെ തലവേദന കൂടത്തേ ഉള്ളൂ. അതിനിപ്പം ഞാൻ നിന്നോട് വല്ല ചായ വല്ലതും ചോദിച്ചോ? ചോദിച്ചില്ലെങ്കിലും അമ്മേ, അമ്മക്കൊരു ചായ തരണം, അമ്മക്കെന്തോ വയ്യെന്ന് എനിക്ക് തോന്നി, അതാ അമ്മേ ഞാനിങ്ങനെ ചെയ്തത്. ആ കൊണ്ടുവന്നെങ്കിൽ നീ അതവിടെ വെച്ചിട്ട് പൊക്കോ. അത് കേട്ടപ്പോൾ തന്നെ നയനക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ തന്നെ നയന അതവിടെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിക്കൊടുത്തു. നയന പോകുന്നത് കണ്ട് ദേവേനെ ആ ചായ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുറച്ച് കുടിപ്പിച്ചപ്പോൾ തന്നെ ദേവേനക്ക് തലവേദനക്ക് നല്ല ആശ്വാസം കിട്ടി. അപ്പോൾ ദേവയാനി ഇങ്ങനെ ഓർക്കുവാണ്, ഹോ എന്തൊരു ആശ്വാസം, ഇത്രയും നേരം എൻ്റെ തല പൊട്ടിപ്പൊളയുന്ന പോലെ ആയിരുന്നു. ഇതും പറഞ്ഞ് ദേവയാനി ആ ചായ ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചു കുടിച്ചു. നയന ഇതെല്ലാം ഒളിച്ച് നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് നയനക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അപ്പോൾ ദേവയാനിക്ക് പകുതി ആശ്വാസം വന്നു. പിന്നെ ദേവയാനി പോയി കട്ടിലിൽ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ദേവയാനി ഉറക്കം എഴുന്നേറ്റു. അപ്പോൾ അങ്ങോട്ട് ജയൻ വരുവാണ് കേട്ടോ. അപ്പോൾ ജയൻ വന്നപ്പോൾ ദേവയാനി എന്നെ കട്ടിൽ കിടക്കുവാണ്. അപ്പോൾ ജയൻ വന്ന് ചോദിച്ചു, ദേവയാനി തൻ്റെ തലവേദനക്ക് കുറവില്ലേ? അപ്പോൾ ദേവയാനി പറഞ്ഞു, കുറവില്ലായിരുന്നു, ജയേട്ടൻ വന്നതിന് കുറച്ച് മുമ്പ് വരെ. അപ്പോൾ തലവേദന എങ്ങനെ കുറഞ്ഞു? താൻ മരുന്ന് കഴിച്ചോ? ഡോക്ടർമാർ എഴുതി തരാത്ത ഒരു മരുന്നും കഴിക്കരുതെന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എൻ്റെ പൊന്ന് ജയേട്ടാ, ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല. ഒരു കപ്പ് ചായ കുടിച്ചപ്പോഴേക്കും എൻ്റെ തലവേദന പമ്പ കടന്നു. ഓ, ഈ തലവേദനയുള്ള നീ അടുക്കള കയറി ചായ ഉണ്ടാക്കിയോ? ജയൻ ചോദിച്ചു. അല്ല ജയേട്ടാ, അത് നയന എനിക്കൊരു ചായ കൊണ്ട് തന്നായിരുന്നു, അത് കുടിച്ചപ്പോഴോ എൻ്റെ തലവേദന മാറിയത്. ആ, അപ്പം നിൻ്റെ തലവേദന മാറിയത് നമ്മുടെ മരുമകളിട്ട ചായ കുടിച്ചപ്പോഴാണോ? ആ, അത് ശരിയാ ജയേട്ടാ, അവളിട്ട ചായ കാരണം എൻ്റെ തലവേദന മാറിയത്. എന്നിട്ട് താൻ നമ്മുടെ മരുമകളോട് നന്ദി പറഞ്ഞോടോ? ഇല്ല ജയേട്ടാ, ഞാൻ എന്തായാലും അവളോടൊരു നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ജയനൊരു സന്തോഷമൊക്കെ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ദേവയാനി നയനേനെ തിരക്കി നയനയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പോഴാണ് അനാമികയുടെ റൂമിൽ നിന്ന് ഒരു ഫോൺ അടിക്കുന്ന സൗണ്ട് കേട്ടത്. അനാമികയാണെങ്കിൽ ബാത്റൂമിലാണ് കേട്ടോ. അപ്പോൾ ദേവയാനി അനാമികയുടെ ഫോൺ അടിക്കുന്നത് കേട്ട് മുറിയിലേക്ക് കയറി. അപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് അനാമികയുടെ അച്ഛൻ വേണുവാണ്. ആഹാ, മോളുടെ അച്ഛനാണല്ലോ. മോളാണെങ്കിൽ ബാത്റൂമിൽ. എന്തായാലും കോൾ എടുത്തിട്ട് മോള് ബാത്റൂമിലാണെന്ന് പറയാം. അപ്പോൾ ദേവയാനി ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുവാണ്. അപ്പോൾ വേണു ഉടനെ സംസാരിക്കുന്നുണ്ട്, മോൾ എവിടെയായിരുന്നു? രണ്ടാമത്തെ തവണ അച്ഛൻ ഫോൺ വിളിക്കുന്നത്. അപ്പോൾ ദേവയാനിയാന്ന് പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് വേണു കയറി പറഞ്ഞു, മോളെ, ആ നയനേനെ അവിടെ നിന്ന് അടിച്ചിറക്കാനുള്ള പണി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. മോളിതെങ്ങനെയുണ്ടെന്ന് നോക്ക്, വെറുതെ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തി ആ വണ്ടിക്കാശ് കളയണേ എന്തിനാണ്? അപ്പോൾ ദേവയാനിക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. ദേവയാനി ഓർത്ത് ഇയാൾ എന്തോ പറയാൻ വരുന്നുണ്ടല്ലോ. കാരണം ദേവയാനി ഇങ്ങനെ മിണ്ടാതിരുന്നു. മോളെ, നമുക്ക് ആ കിളവനെ തട്ടാനുള്ള അടിപൊളി മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് സ്വത്താണ്. അപ്പോൾ ഒന്നെങ്കിൽ ആ മൂർത്തി തട്ടിപ്പോകും, അല്ലെങ്കിൽ ആ നയനേനെ അവിടെ നിന്ന് അടിച്ചിറക്കും. അതിനുള്ളൊരു ഐഡിയ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് ദേവയാനി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കേട്ടോ. ദേവയാനി ഇങ്ങനെ വിറച്ചാണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ആ മൂർത്തിക്ക് കൊടുക്കണ മരുന്നില്ലേ, അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു മരുന്ന് വെച്ച് കൊടുക്കണം, അതിനോട് സാമ്യപ്പെടുത്തിയുള്ളത്. അപ്പോൾ മരുന്ന് മാറി അയാൾ കഴിച്ച് അയാൾ തട്ടിപ്പൊക്കോളും. അപ്പോൾ നയനക്കും പിന്നെ അവിടെ സ്ഥാനം ഉണ്ടാകുകയില്ല. മൂർത്തിക്ക് എന്തെങ്കിലും വന്നാൽ ആദർശ് അവളെ തട്ടി പുറത്തിറക്കിക്കോളും. ഇത്രയും പറഞ്ഞു കേട്ടിട്ട് ദേവയാനിക്ക് ദേഷ്യം വന്നിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. നയന എന്തെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ മൂർത്തി മുത്തശ്ശനെ പറഞ്ഞു കേട്ടിട്ട് ദേവയാനിക്ക് ദേഷ്യം വന്നു. ദേവയാനി ദേഷ്യപ്പെട്ട് ആ ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് ഒറ്റ പോക്കാണ്. അപ്പോൾ ദേവയാനി എന്തായാലും അനാമികേനെ വെറുക്കാൻ പോവുകയാണ്. അനാമികക്കൊട്ടുള്ള നല്ല പണി വന്നുണ്ട്. കൂടാതെ നയനേനെ ചേർത്ത് പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.